ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് 5th സ്റ്റാൻഡേർഡിലെ ഒരു അധ്യായമാണെങ്കിൽ കൂടിയും ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള, സൗരയൂഥം റിലേറ്റഡ് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. കയ്യെത്തും ദൂരത്ത് ആകാശം. ആകാശം നിറയെ കഥകളാണ്. ഇങ്ങനെയാണ് ഈ ഒരു അധ്യായം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ്? പ്രാചീന കാലം മുതൽ തന്നെ ആകാശം മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു. ആകാശ കാഴ്ചകളെപ്പറ്റി ആളുകൾ ധാരാളം കഥകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് അറിയാത്തതും വിശദീകരിക്കാനാകാത്തതുമായ കാര്യങ്ങളെപ്പറ്റി കഥകൾ ഉണ്ടാക്കുക എന്നത് മനുഷ്യ സ്വഭാവമാണ് എന്നാണ് ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു നക്ഷത്ര കൂട്ടത്തെ യോജിപ്പിച്ചുകൊണ്ടൊരു ചിത്രം വരച്ച് ഒരു ഐതിഹ്യ കഥ പോലെ ഒരു ഇൻട്രൊഡക്ഷനാണ് പിന്നീട് ഇവിടെ നൽകിയിട്ടുള്ളത് നക്ഷത്രക്കൂട്ടം. കുറച്ച് നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചുകൊണ്ട് ഒരു രൂപമായി സങ്കല്പിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും നക്ഷത്ര ഗണങ്ങൾ, നക്ഷത്രക്കൂട്ടം, കോൺസ്റ്റലേഷൻസ് എന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ച് രൂപങ്ങളായി സങ്കല്പിക്കുന്ന നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പുകളെയാണ് നമ്മൾ നക്ഷത്രക്കൂട്ടം അഥവാ നക്ഷത്ര ഗണങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ ഈ ആകാശ നിരീക്ഷണത്തിനായിട്ട് പോയിട്ടുള്ള സമയത്ത് ചില നക്ഷത്രക്കൂട്ടങ്ങളെയൊക്കെ നമുക്ക് അധ്യാപകർ പരിചയപ്പെടുത്തി തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? വേട്ടക്കാരൻ എന്നൊരു നക്ഷത്ര ഗണത്തെ നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കാണപ്പെടുന്ന ഒരു നക്ഷത്ര ഗണമാണ് ഈ ഓറിയൻ അല്ലെങ്കിൽ വേട്ടക്കാരൻ എന്ന് പറയുന്നത്. ഗ്രീക്ക് ഐതിഹ്യത്തിലെ ഓറിയൻ എന്ന വേട്ടക്കാരൻ്റെ പേരിലാണ് ഈ ഒരു നക്ഷത്രക്കൂട്ടം. അടുത്തിരിക്കുന്ന കുറച്ച് നക്ഷത്രങ്ങളെ ചേർത്ത് വരയ്ക്കുമ്പോൾ വേട്ടക്കാരനെ പോലെ തോന്നിക്കുന്നു എന്നതുകൊണ്ടാണ് ആ ഒരു പേര്. അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് സപ്തർഷികൾ. ഏപ്രിൽ മാസത്തിൽ കാണപ്പെടുന്ന ഒന്നാണ് സപ്തർഷികൾ. 7 നക്ഷത്രങ്ങൾ വ്യക്തമായി കാണുന്നത് കൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾക്ക് സപ്തർഷികൾ എന്ന ഈ ഒരു പേര് നൽകിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ തന്നിരിക്കുന്നതും ഈ പറഞ്ഞതുപോലെ ഒരു നക്ഷത്ര ഗണമാണ്. ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ ചേർത്ത് വരച്ചിരിക്കുന്ന ഈ ഒരു നക്ഷത്ര ഗണത്തിൽ ഒരു രാജകുമാരിയുടെ രൂപം, ഒരു പെൺകുട്ടിയുടെ രൂപം കാണാം. ഇതൊരു രാജകുമാരിയാണ് എന്നും ഈ രാജകുമാരി ചങ്ങലകളാൽ ബന്ധിതയാണ് എന്നുമാണ് പറയുന്നത്. അപ്പം ഈ രാജകുമാരിയുടെ പേരാണ് ആൻഡ്രോമിഡ. ഈ ഒരു നക്ഷത്ര കൂട്ടത്തിൻ്റെ പേരും എത്യോപ്യൻ രാജകുമാരിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു നക്ഷത്ര കൂട്ടമാണിത്, ആൻഡ്രോമിഡ. എന്താണ് ആൻഡ്രോമിഡയുടെ കഥ എന്ന് ചോദിച്ചാൽ, എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിൻ്റെയും കാസിയോപ്യ രാജ്ഞിയുടെയും മകളായിരുന്നു ആൻഡ്രോമിഡ. അതിസുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളേക്കാൾ സുന്ദരിയാണ് എന്ന് കാസിയോപ്യ അഹങ്കരിച്ചിരുന്നു. കാസിയോപ്യയുടെ ഈ അഹങ്കാരം തീർക്കുന്നതിനായിട്ട് പോസിഡോൺ എന്ന ദേവൻ എത്യോപ്യ ആക്രമിക്കുന്നതിനായിട്ട് സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു. ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സെഫ്യൂസ് രാജാവ് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ആൻഡ്രോമിഡയെ ബലി നൽകാനായിട്ട് തയ്യാറായി. ഇതിനായിട്ട് കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ടു. പിന്നീട് പെർസ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതാണ് ആൻഡ്രോമിഡയുടെ കഥ. ഈ ആൻഡ്രോമിഡയുടെ കഥയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു നക്ഷത്ര സമൂഹത്തോട് ചേർത്ത് പറയപ്പെടുന്നത്. ഈ ഒരു ആകാശത്തിൽ ഈ നക്ഷത്ര കൂട്ടത്തിൽ ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ രൂപമായി സങ്കല്പിക്കാമെന്നും ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്നുമുള്ള ഒരു കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആൻഡ്രോമിഡ എന്നാണ് ആ ഒരു രാജകുമാരിയുടെ പേര്. അതേ പേരിലാണ് ആ ഒരു നക്ഷത്രക്കൂട്ടം ഇന്നും അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ വാനനിരീക്ഷണ ക്യാമ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അപ്പം അതിൽ നിന്നും നമ്മൾ ഈ പറയുന്നത് പോലെ വേട്ടക്കാരൻ, സപ്തർഷികൾ പോലെയുള്ള നക്ഷത്ര ഗണങ്ങളെക്കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? വേട്ടക്കാരൻ ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രമാണ് വേട്ടക്കാരൻ. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം നമുക്ക് സങ്കല്പിക്കാനായി സാധിക്കും. ഇതാണ് വേട്ടക്കാരൻ്റെ ആ ഒരു നക്ഷത്രഗണം. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. ഇതാണ് വേട്ടക്കാരൻ. ഇനി സപ്തർഷികൾ.
ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ് സപ്തർഷികൾ എന്നത്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ തവിയുടെ രൂപം കാണാം. അപ്പം ഇതിന് ബിഗ് ഡിപ്പർ എന്നും ഒരു പേരുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിന്റെ ഭാഗമായാണ് ഈ ഒരു സപ്തർഷികൾ എന്ന നക്ഷത്രഗണം കാണപ്പെടുന്നത്. ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടനുമൊക്കെ ഇവരിൽ ചിലരാണ്. അതായത് ആകാശക്കാഴ്ചകൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യം അന്വേഷിച്ച ആളുകളാണ് ജ്യോതിശാസ്ത്രജ്ഞർ. നമ്മുടെ ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ജ്യോതിശാസ്ത്രജ്ഞരുണ്ട്. ആര്യഭടൻ, ഭാസ്കരാചാര്യൻ തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നു. നമ്മളിവിടെ പറഞ്ഞു വന്നത് നക്ഷത്രഗണങ്ങളെക്കുറിച്ചാണ്, നക്ഷത്രക്കൂട്ടങ്ങളെക്കുറിച്ചാണ്. ഈ നക്ഷത്രക്കൂട്ടങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ കുത്തുകളൊക്കെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത രൂപം കിട്ടില്ലേ. അപ്പം ഇതുപോലെയാണ് ആകാശത്തെ നക്ഷത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ എന്താണ് ഓരോ തരത്തിലുള്ള നക്ഷത്ര കൂട്ടങ്ങൾക്ക് പേര് നൽകിയതും രൂപം നൽകിയിട്ടുള്ളതും. അപ്പോൾ ഇവയെ വെച്ച് ചില കാര്യങ്ങൾ പ്രാചീന ഉപയോഗത്തിൽ ഈ നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ, അതുപോലെ സഞ്ചാരികൾക്ക് ദിശ മനസ്സിലാക്കാൻ, കാലാവസ്ഥാ മാറ്റങ്ങൾ, ഇപ്പോൾ വരൾച്ച, മഴ എന്നിവയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃഷി പ്രയോഗിക്കാൻ. ഇപ്പം നമ്മൾ നേരത്തെ നക്ഷത്രഗണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഡിസംബർ മാസത്തിൽ വരുന്നത്, ഏപ്രിൽ മാസത്തിൽ വരുന്നത് എന്ന രീതിയിലൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ കാലാവസ്ഥ തിരിച്ചറിയുന്നതിനായിട്ട് അത് കൃഷിക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ടുമൊക്കെയാണ് ഈ നക്ഷത്രഗണങ്ങളെ പ്രാചീന കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചതും അതത് പ്രദേശത്തെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ച് മനസ്സിലാക്കുകയും വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലം എന്നിവയൊക്കെ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇതുകൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാകുന്നതിനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു. അപ്പോൾ ഇതെല്ലാമാണ് കോൺസ്റ്റലേഷൻസിൻ്റെ, നക്ഷത്രഗണങ്ങളുടെ ഒരു പ്രധാന സവിശേഷത. എന്താണ് ആകാശം എന്ന് പറയുന്നത്? എവിടെയാണ് ആകാശം തുടങ്ങുന്നത്? ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് പോലെ പക്ഷികളും വിമാനവും ഒക്കെ സഞ്ചരിക്കുന്നത് ആകാശത്തിലൂടെയാണ്. പക്ഷേ ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് അകത്താണ്. മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. എന്നാൽ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവയെല്ലാം ഉള്ളത് എവിടെയാണ്? അത് ബഹിരാകാശത്തിലാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിനു പുറമെയുള്ള വായുരഹിതമായിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന ബഹിരാകാശം. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. അവിടെയാണ് ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത്. ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇവിടെ നൽകിയിട്ടുള്ള ഉദാഹരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആൽഫ സെന്റോറി എ 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുള്ള ഒന്നാണ് ആൽഫ സെന്റോറി എ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ആൽഫ സെന്റോറി എ ഉള്ളത്. രണ്ടാമത് സൂര്യൻ്റെ വലിപ്പം 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന അത്രയും വലുതാണ്. സൂര്യൻ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് ഉള്ളത്. പിന്നീട് നമ്മുടെ ഭൂമിയുടെ അളവ് പറയുമ്പോൾ 50 ചന്ദ്രനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം ഭൂമിക്കുണ്ട് എന്ന് പറയുന്നു. ചന്ദ്രനാണെങ്കിൽ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയുമാണ്. അപ്പോൾ ഇവയുടെ അകലമൊക്കെ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവയെല്ലാം ഒരേ നിരയിലല്ല ഉള്ളത്. ആകാശത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്.
വിദ്യാലയത്തിലെ കമ്പ്യൂട്ടറുകളിലുള്ള കെ സ്റ്റാർ, സ്റ്റെല്ലേറിയം എന്നിവ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്താനായി സാധിക്കും. അപ്പോൾ ഈ പേരുകളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി എന്താണ് ബഹിരാകാശ നിലയം? ഭൂമിയിൽ നിന്നാണ് നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് നിരീക്ഷിച്ചത്. എന്നാൽ ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമാവില്ലേ? അതിനു വേണ്ടിയിട്ട് ബഹിരാകാശത്തൊരുക്കിയിട്ടുള്ള പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. നമ്മുടെ അപ്പോൾ ബഹിരാകാശ നിലയം എപ്രകാരമാണ്? ഇതാണ് നൽകിയിട്ടുള്ള സ്പേസ് സ്റ്റേഷൻ അഥവാ ബഹിരാകാശ നിലയത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ വ്യക്തികൾ എത്തുകയും അത്തരത്തിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ സാധ്യമാക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ എത്തുന്നവർ നമ്മുടെ ഭൂമിയിൽ വസിക്കുന്നത് പോലെ ആയിരിക്കുമോ ഇവിടെ താമസിക്കുന്നുണ്ടാവുക? ബഹിരാകാശ നിലയത്തിൽ വായുവില്ല, ഭാരം അനുഭവപ്പെടില്ല, പറന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്, ജലമില്ല. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ധാരാളം പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ പരീക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടി വരുന്നത്. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ ഇന്ന് വലിയ തോതിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും എല്ലാം തുടക്കമിട്ടത് ആകാശ നിരീക്ഷണം എന്ന ഈ ഒരു ആശയമാണ്. ഇനി ചന്ദ്രനെ കുറിച്ച് പഠിക്കാം. രാത്രികാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും കാണപ്പെടുന്നത് ചന്ദ്രനെയാണ്, അല്ലേ? ചന്ദ്രൻ പ്രകാശിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ചന്ദ്രനാണോ പ്രകാശിക്കുന്നത്? ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയുമോ? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. അപ്പോൾ ഭൂമി എന്ന ഈ ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് നമ്മൾ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായിട്ട് നാം കാണുന്നത്. ചന്ദ്രൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഗോളാകൃതിയാണ്, സ്വയം പ്രകാശിക്കുന്നില്ല, ഭൂമിയുടെ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ സ്വയം തിരിയുന്നു, ഭ്രമണം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഭൂമിയെ ചുറ്റുന്നുണ്ട്, ചന്ദ്രൻ പരിക്രമണവും ചെയ്യുന്നുണ്ട്. അപ്പം ഇവയെല്ലാമാണ് ചന്ദ്രൻ്റെ മറ്റ് സവിശേഷതകൾ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനെ പോലെ തന്നെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ചില ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ നക്ഷത്രങ്ങളെയും അതല്ലാതെ മറ്റു ചില ആകാശഗോളങ്ങളെയും പറഞ്ഞു. ഇവ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ആകാശഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ എങ്ങനെയാണ് വേർതിരിച്ചറിയാൻ കഴിയുന്നത്? ഇവിടെ നമ്മൾ നക്ഷത്രങ്ങളുടെയും ആകാശഗോളങ്ങളുടെയും വ്യത്യാസം പഠിക്കുകയാണെങ്കിൽ, അവ എന്താണ് എന്നത് വ്യക്തമായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയുടെ ആ ഒരു വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ എന്താണ് നക്ഷത്രങ്ങൾ? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല. അപ്പോൾ സ്വയം പ്രകാശിക്കാത്ത ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എന്താണ്? സ്വയം പ്രകാശിക്കുന്നില്ല. സ്വയം പ്രകാശിക്കാത്തവയാണ് ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളും ഒക്കെ. സ്വയം പ്രകാശിക്കുന്നവയാണ് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ ഈ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങളിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് ഇവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. അല്ലാതെ ഇവ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അങ്ങനെ ആകാശം നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നുണ്ട്. അതിന് ഒരു പ്രകാശത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നമുക്ക് പഠിക്കാനുണ്ട്. ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്, അല്ലേ? ഓക്കെ, ഇനി സൗരയൂഥത്തിലേക്ക് കടക്കുന്നു നമ്മൾ. സൗരയൂഥം സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അതുകൂടാതെ മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം എന്ന് പറയുന്നത്. ഈ ചിത്രം നമ്മൾ മനസ്സിലാക്കി. ഇവയെക്കുറിച്ച് വിശദം. ചന്ദ്രൻ നമ്മുടെ ഭൂമിയെ ചുറ്റുന്നതുപോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്.
ഇത്തരത്തിലുള്ള ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓർബിറ്റ് സഞ്ചാരപാതയാണ് പരിക്രമണ പഥം അഥവാ ഓർബിറ്റ്. ഇതിനെയാണ് നമ്മളൊരു പരിക്രമണ പഥം അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്ന ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ ഇപ്പോൾ 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. സൂര്യനിൽ നിന്ന് അകന്നു പോകുന്ന ക്രമത്തിൽ നമുക്ക് പറയാം ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് ആ ഗ്രഹങ്ങൾ. അപ്പോൾ ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയെ പരിക്രമണ പഥം അഥവാ ഭ്രമണപഥം എന്ന് പറയുന്നു. ഓർബിറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ സൗരയൂഥത്തെക്കുറിച്ച് കണ്ടു. സൂര്യനെയും മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്താണ് ഗ്രഹങ്ങളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ കൃത്രിമ ഉപഗ്രഹത്തിലേക്കാണ് കടക്കുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാമറയും മറ്റു ഉപകരണങ്ങളും ഒക്കെ ഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യർ നിർമ്മിച്ചിട്ട് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന യന്ത്രങ്ങളെയാണ് നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇവ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? അറിയാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസമയത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് വാഹനത്തിൻ്റെ ഡ്രൈവർ ഒരു നിശ്ചിത സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. എന്താണത്? GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇവ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? GPS വർക്ക് ചെയ്യുന്നത് വഴി കണ്ടെത്തുന്നതിനായിട്ടും സ്ഥലങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ കാണുന്നതിനായിട്ടും സഹായിക്കുന്ന ഒരു സംവിധാനമാണ് GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. നമ്മുടെ ഇന്ത്യക്കും അതുപോലെ തന്നെ ഒരു സംവിധാനമുണ്ട്, IRNSS. ഇന്ത്യയുടെ തദ്ദേശീയ ഗതി നിർണയ സംവിധാനമാണ് IRNSS. അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊണ്ട് ധാരാളം ഉപയോഗങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ സംവിധാനങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ക്യാമറയും മറ്റു നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ നമ്മൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അത് പോൾ ടു പോൾ സഞ്ചരിക്കാം, അല്ലാതെയും സഞ്ചരിക്കാം. അപ്പം കൃത്രിമ ഉപഗ്രഹങ്ങൾ അങ്ങനെ വിവിധ തരത്തിലുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഇവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ അഥവാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇത്തരം കൃത്രിമോപഗ്രഹങ്ങളാണ് GPS പോലെയുള്ള സേവനങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നത്. ഈ പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നത് ഈ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. അങ്ങനെ നമ്മുടെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ കാണാനുമൊക്കെ ആയിട്ട് ഈ GPS നമ്മളെ സഹായിക്കും. ഇനി കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന മറ്റ് സേവനങ്ങൾ എന്തൊക്കെയാണ്? അവയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വാർത്താവിനിമയം, വിദൂര സംവേദനം, ആശയവിനിമയം, ഗതി നിർണയം, ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും രേഖപ്പെടുത്തുന്നതിനും പ്രതിരോധ സംവിധാനങ്ങൾക്കുമൊക്കെയായി ഉപയോഗിക്കുന്നു. വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുന്നു, കാലാവസ്ഥാ പ്രവചനത്തിനായി സഹായിക്കുന്നു, ഗതി നിർണയത്തിനായി ഉപയോഗിക്കുന്നു, സൈനിക ആവശ്യങ്ങൾക്ക്, ഭൂമിശാസ്ത്ര പഠനങ്ങൾക്ക്, സൂര്യനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ കാന്തികതയെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതിനായിട്ട് അത്തരത്തിലുള്ള സൗകര്യങ്ങൾക്കെല്ലാം തന്നെ ഈ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സേവനങ്ങൾ സഹായകമാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ കുറച്ച് കൃത്രിമോപഗ്രഹങ്ങളും അവയുടെ പ്രധാന ഉപയോഗങ്ങളും ഒന്ന് പഠിക്കാം. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ രാജ്യം ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കൃത്രിമ ഉപഗ്രഹങ്ങളും അവയുടെ ഉപയോഗങ്ങളുമാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. ഇൻസാറ്റ് വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹമാണ് ഇൻസാറ്റ്. എഡ്യൂസാറ്റ് ഈ ഒരു പേരിൻ്റെ റൂട്ട് വേർഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വിദ്യാഭ്യാസത്തിനാണ് എഡ്യൂസാറ്റിൻ്റെ സീരീസ് ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിച്ചിട്ടുള്ളത്. പിന്നെ IRNSS നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ തദ്ദേശീയ ഗതി നിർണയ സംവിധാനമാണ് IRNSS. കാർട്ടോഗ്രഫി എന്താണ്? മാപ്പുകളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ആസ്ട്രോസാറ്റ് നമുക്ക് കുറേയൊക്കെ ഈ റൂട്ട് വേർഡിൽ നിന്ന് കിട്ടുന്നതാണ്. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനത്തിനായിട്ടുള്ള കൃത്രിമ ഉപഗ്രഹമാണ്.
ജിസാറ്റ്, എമിസാറ്റ് പോലെയുള്ളവയൊക്കെ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടിയുള്ള ഉപഗ്രഹങ്ങളാണ്. ഇൻസാറ്റ് വാർത്താവിനിമയം, എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം, IRNSS ഗതി നിർണയം, കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, ജിസാറ്റ് 7, എമിസാറ്റ് തുടങ്ങിയവയൊക്കെ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള കൃത്രിമോപഗ്രഹങ്ങൾ ഇന്ത്യ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇവ നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്രിമോപഗ്രഹങ്ങളിൽ IRNSS നമ്മുടെ ഇന്ത്യയുടെ തദ്ദേശീയ ഗതി നിർണയ സംവിധാനമാണ്. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് IRNSS അഥവാ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. GPS സമാനമായിട്ടുള്ള ഇന്ത്യയുടെ സംവിധാനമാണ് IRNSS അഥവാ നാവിക് എന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയുടെ തദ്ദേശീയ ഗതി നിർണയ സംവിധാനമാണ് എന്നത് ഓർത്തിരിക്കുക. അതുപോലെ ഇതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് IRNSS. കൃത്രിമോപഗ്രഹങ്ങളും അവയുടെ ഉപയോഗങ്ങളും നമ്മൾ കണ്ടു. ഇവയെ നമുക്ക് ബഹിരാകാശത്തേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. എങ്ങനെയാണ് ഇവ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത്? അപ്പം ആദ്യം നമുക്ക് ഇവിടെ ഒരു പത്രവാർത്ത തന്നിട്ടുണ്ട്. ഉപഗ്രഹ വിക്ഷേപണം മെയ് 29 ബംഗളൂരു. തദ്ദേശീയമായി വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം മെയ് 29 നടക്കും. GSLV F-12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നത്. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തിലെത്തിക്കും. ഇതാണ് ആ ഒരു ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ഒക്കെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ISRO, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ISRO എന്ന് പറയുന്നത്. ഇന്ത്യയുടേതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾക്കും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മളെല്ലാവരും കേട്ട് നമുക്ക് അറിയാവുന്ന ഒന്നാണ് നാസ, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, USA ഇതുപോലെ മറ്റ് പല രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ബഹിരാകാശ ഏജൻസികൾ ഉണ്ട്. ഇനി നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ. റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് പ്രത്യേക ചില കേന്ദ്രങ്ങളിൽ വെച്ചാണ്. കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത്തരം കേന്ദ്രങ്ങളുണ്ട്. ഇപ്പം നമുക്കിവിടെ ആദ്യം ഒരു ഭാഗം തന്നിട്ടുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. 1963 നവംബർ 21 തുമ്പ സ്ഥാപിതമാകുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞു ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത്. എന്തുകൊണ്ടായിരിക്കും തുമ്പ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായി തീരുമാനിച്ചിട്ടുണ്ടാവുന്നത്? ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് തുമ്പ എന്നത്. അതുകൊണ്ടാണ് തുമ്പ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1972 വരെ 1963 തുമ്പ സ്ഥാപിതമാകുന്നത്. ഈ ഒരു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. 1972 വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC എന്ന് പുനർനാമകരണം ചെയ്യുകയാണ് ചെയ്തത്. രണ്ടാമത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ SDSC എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ നിന്നാണ് നടക്കുന്നത്. രണ്ട് വിക്ഷേപണ തറകളാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ VSSC വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, അതുപോലെ ഇവിടെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, സതീഷ് ധവാൻ, വിക്രം സാരാഭായ്. ആരാണിവർ?
വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിക്രം സാരാഭായി. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് വിക്രം സാരാഭായി. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്നും ചാന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്നു പേരും നൽകിയിട്ടുള്ളത്. ഇദ്ദേഹമാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്നും ചാന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്ന പേരും നൽകിയിട്ടുള്ളത്. സതീഷ് ധവാൻ ഇസ്രോയുടെ ISROയുടെ ചെയർമാൻ ആയിരുന്നു. സതീഷ് ധവാൻ ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം, സതീഷ് ധവാൻ. ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഇസ്രോയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക്, ചാന്ദ്രയാത്രകൾ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ എന്ന് നമ്മൾ കണ്ടു. ചന്ദ്രനിൽ എത്തുന്നതിനായിട്ട് മനുഷ്യന് എന്നും ഒരു ആഗ്രഹമായിരുന്നു, ഒരു കൗതുകമല്ലേ ചന്ദ്രൻ എന്ന് പറയുന്നത്. 1969 ജൂലൈ 21 ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. 1969 ജൂലൈ 21 ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തുന്നത്. ഈ ഒരു സ്വപ്നം 1969 സഫലമായി. 1960 മുതൽ തന്നെ നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഒരു നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായിട്ട് ചന്ദ്രനിൽ എത്തിയത്. മൈക്കിൾ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച ആ ഒരു പേടകം നിയന്ത്രിച്ചിരുന്നത്. നാസയുടെ അപ്പോളോ 11 ഈ ഒരു ചാന്ദ്ര പര്യവേഷണം സാധ്യമായത് 1969 ജൂലൈ 21. ഇനി ബഹിരാകാശ വാരം 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ USSR വിക്ഷേപിച്ചിട്ടുള്ള ഒരു ഉപഗ്രഹം, ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് 1 എന്നത്. സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം തന്നെ ആരംഭിക്കുന്നത്. സ്പുട്നിക് 1 1957 വിക്ഷേപിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ടാണ് ആചരിക്കുന്നത്. 1957 ഒക്ടോബർ 14 സ്പുട്നിക് 1 എന്ന ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു. ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. ഈ ഒക്ടോബർ 4 എന്നത് 1957 ഒക്ടോബർ 4 തന്നെയാണ്. ഈ ഒരു ഒക്ടോബർ 4 സ്പുട്നിക് 1 വിക്ഷേപിച്ചതിൻ്റെ ഓർമ്മയ്ക്കും. പക്ഷേ ഈ ഒക്ടോബർ 10 എന്നത് 1967 ഒക്ടോബർ 10 അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി കൊണ്ടുവരുന്നത്. 1967 ഒക്ടോബർ 10 അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവയുടെ രണ്ടിൻ്റെയും, സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും അന്താരാഷ്ട്ര സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരാചരണം നടത്തുന്നത്. അപ്പോൾ ബഹിരാകാശ വാരം എപ്പോഴാണ്? ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ഇനി ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളിലേക്ക്. ചാന്ദ്രയാൻ എന്ന പേരിലാണ് നമ്മുടെ രാജ്യം ഇന്ത്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങളൊക്കെ നടത്തി വരുന്നത്. അപ്പോൾ ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2, ചാന്ദ്രയാൻ 3 ഇവയെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ വിശദമായ വിവരങ്ങളൊക്കെ നമുക്ക് അല്ലാതെ പഠിക്കാം. ഇപ്പോൾ നമ്മൾ SCERT ഫാക്ട്സ് ആണ് പഠിക്കുന്നത്. ചാന്ദ്രയാൻ 1 നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചാന്ദ്രയാൻ 1. എപ്പോഴാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബറിനാണ്. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചു. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചാന്ദ്രയാൻ 1 ചെയ്തത്. ഇതാണ് ചാന്ദ്രയാൻ 1.
ചന്ദ്രോപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് സ്ഥിരീകരിച്ചതാണ് ചാന്ദ്രയാൻ 1ന്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി നമുക്ക് പറയാവുന്നത്. ഇനി ചാന്ദ്രയാൻ 2, ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചാന്ദ്രയാൻ 2. 2019 ജൂലൈ 22-നാണ് വിക്ഷേപിച്ചത്. 2019 ജൂലൈ 22-നാണ് ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും ഒക്കെ പ്രത്യേകതകൾ പഠിക്കുക എന്നതായിരുന്നു ചാന്ദ്രയാൻ 2ന്റെ ലക്ഷ്യം. ദൗത്യത്തിൻ്റെ ഓർബിറ്റർ വിജയകരമായി തന്നെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. എന്നാൽ ലാൻഡർ സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു കരുതിയത്, പക്ഷേ സോഫ്റ്റ് ലാൻഡിങ്ങിൽ പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ചാന്ദ്രയാൻ 3, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകമാണ് ചാന്ദ്രയാൻ 3. ആ ഒരു പ്രത്യേകത ചാന്ദ്രയാൻ 3-ന് സ്വന്തമാണ്. ഇത് 2023 ജൂലൈ 14-നാണ് വിക്ഷേപിക്കുന്നത്. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി 2023 ജൂലൈ 14-നാണ്. 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ചാന്ദ്രയാൻ 3യുടെ ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിനെ ശിവശക്തി പോയിന്റ് എന്താണ് പറയുന്നത്. ഈ ഒരു നേട്ടം, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി എന്ന ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറുകയും ചെയ്തു ചാന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തോടു കൂടി. ഇതാണ് നമ്മുടെ അഭിമാനകരമായിട്ടുള്ള ചാന്ദ്രയാൻ പര്യവേഷണ ദൗത്യങ്ങൾ. ഇനി ഇവയല്ലാതെ മറ്റ് പര്യവേഷണ ദൗത്യങ്ങൾ ഏതൊക്കെയാണ്? മറ്റ് ഇന്ത്യയുടെ പദ്ധതികൾ ചന്ദ്രനെ പറ്റി മാത്രമല്ല, മറ്റ് ആകാശഗോളങ്ങളെ പറ്റി പഠിക്കുന്നതിനായിട്ടും നമുക്ക് ഇന്ത്യക്ക് പദ്ധതികളുണ്ട്. ഒന്നാമത് മംഗൾയാൻ മിഷൻ അല്ലെങ്കിൽ മാർസ് ഓർബിറ്റർ മിഷൻ. മംഗൾയാൻ എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ്. ആദ്യ ഗ്രഹാന്തര ദൗത്യം കൂടിയാണ് മംഗൾയാൻ. 2013-ലാണ് വിക്ഷേപിച്ചത്. ആദിത്യ L1 ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആദിത്യ L1 സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യമാണ് ആദിത്യ L1 മിഷൻ. 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിക്കുന്നത്. 2023-ലാണ്. ഗഗൻയാൻ എന്താണ്? മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യം. ഇന്ത്യാസ് ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷനാണ് ഗഗൻയാൻ. ബഹിരാകാശ പര്യവേഷണമാണ് ലക്ഷ്യം. 3 യാത്രികരെ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചുകൊണ്ട് സുരക്ഷിതമായി തിരികെ കടലിൽ ഇറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗഗൻയാൻ തയ്യാറെടുക്കുന്നത്. ഈ ഒരു ദൗത്യത്തിന് മുന്നോടിയായിട്ട് ഒരു പരീക്ഷണ വിക്ഷേപണം 2023-ലുണ്ടായിരുന്നു. അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവയെല്ലാം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ പറഞ്ഞു. അടിസ്ഥാനപരമല്ല, കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ഉപഗ്രഹങ്ങളും അവയുടെ ഉപയോഗങ്ങളും ഇവിടെ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്ത എല്ലാ കാര്യവും അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.